ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതേ നമ. ഓം ഗം ഗുരുഭ്യോ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ബലരാമ അവതാരം ആണ് പറയുന്നത്. മഹാനായ യയാതിയുടെ പരമ്പരയിൽ ജനിച്ച മഹാപരാക്രമിയായിരുന്നു ആഹുകൻ. ആഹുകൻ്റെ 2ാമത്തെ പുത്രനായ ഉഗ്രസേനനായിരുന്നു മധുര രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് കംസനടക്കം 9 പുത്രന്മാരും 5 പുത്രിമാരും ഉണ്ടായിരുന്നു. ഉഗ്രസേനൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ദേവകന് 10 മക്കൾ ഉണ്ടായിരുന്നു. ഉഗ്രസേനൻ്റെ ആത്മമിത്രമായ ശൂരസേനൻ്റെ പുത്രനായ വസുദേവർക്ക് സഹോദരീ പുത്രിയായ ദേവകിയെ വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹ ഘോഷയാത്ര നടക്കവേ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് ഉള്ള ഒരു അശരീരി കേട്ടു. എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. ഇത് കേട്ട് കംസൻ വസുദേവരെയും ദേവകിയെയും തുറുങ്കിൽ അടച്ചു. ഒപ്പം പിതാവായ ഉഗ്രസേനനെയും തടവിലാക്കി. കംസൻ സ്വയം മധുരാരാജ്യഭരണം ഏറ്റെടുത്തു. തടവിൽ കിടന്ന വസുദേവരുടെയും ദേവകിയുടെയും 6 പുത്രന്മാരെയും കംസൻ നിലത്തടിച്ച് കൊന്നുകളഞ്ഞു. 7ാമത്തെ കുഞ്ഞ് വിഷ്ണുവിൻ്റെയും അനന്തൻ്റെയും അംശ അവതാരമായിരുന്നു. വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം മായാദേവി ദേവകിയുടെ ഉദരത്തിലുള്ള 7ാമത്തെ കുഞ്ഞിനെ സംരക്ഷണം ചെയ്ത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിൽ നിക്ഷേപിച്ചു. വിഷ്ണു നിർദ്ദേശത്തെക്കുറിച്ച് മായാദേവി രോഹിണിയുടെ നിദ്രയിൽ എത്തി അറിയിക്കുകയും ചെയ്തു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയതായി പരന്ന വാർത്ത കംസനും അറിഞ്ഞു. രോഹിണി ജന്മം നൽകിയ കുഞ്ഞിന് ബലരാമൻ എന്നും പേരിട്ട് വളർത്തി. സംഘർഷണം ചെയ്ത് ജനിച്ച കുഞ്ഞായതിനാൽ സംഘർഷൻ എന്ന പേരും ബലരാമന് ലഭിച്ചു. ദേവകിയുടെ 8ാമത്തെ കുഞ്ഞായി വിഷ്ണു പൂർണ്ണ അവതാരം എടുക്കുന്ന സമയത്ത് തന്നെ മായാദേവി അമ്പാടിയിലെ നന്ദഗോപരുടെയും ഭാര്യ യശോദയുടെയും പുത്രിയായി ജന്മമെടുത്തു. വിഷ്ണു നിർദ്ദേശപ്രകാരം വസുദേവർ കുട്ടികളെ തമ്മിൽ മാറ്റിക്കിടത്തി. ദേവകി 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി എന്ന വാർത്ത അറിഞ്ഞ് കംസൻ കുഞ്ഞിനെ തറയിലടിച്ച് കൊല്ലാനായി എത്തി. എന്നിട്ട് കുഞ്ഞിനെ മേൽപോട്ട് ഉയർത്തിയപ്പോൾ ആ പെൺകുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി മേൽപോട്ട് ഉയർന്നു. തൻ്റെ പൂർണ്ണ രൂപത്തിൽ ദർശനം നൽകിയ ദേവി കംസനോടായി പറഞ്ഞു, ക്രൂരനായ കംസ, നിന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നിട്ടുണ്ട്. നിന്റെ മൃത്യുസമയം അടുത്തു. ഇത്രയും പറഞ്ഞിട്ട് ദേവി അന്തരീക്ഷത്തിൽ മറഞ്ഞു. ഇതേ സമയം നന്ദഗോപർ തൻ്റെ മകനെ ശ്രീകൃഷ്ണൻ എന്ന് നാമകരണം ചെയ്ത് വളർത്തുകയും ചെയ്തു. പിന്നീട് ഗർഗമുനിയുടെ നിർദ്ദേശപ്രകാരം നന്ദഗോപൻ രോഹിണിയെയും ബലരാമനെയും അമ്പാടിയിൽ എത്തിച്ചു. ശേഷം ബലരാമനും ശ്രീകൃഷ്ണനും അമ്പാടിയിൽ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഗോക്കളെ പരിപാലിക്കാൻ 2 പേർക്കും അതിയായ താല്പര്യം ജനിച്ചു. ഒരിക്കൽ ഇരുവരും കൂടി കാളിന്തി തീരത്ത് കന്നുകാലികളെ മേച്ചുകൊണ്ട് ഓരോ വിനോദത്തിൽ ഏർപ്പെട്ട് കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാളിന്തി തീരത്തുള്ള കാളിവത്തി ധേനുകൻ എന്ന ഒരസുരൻ തൻ്റെ അനുയായികളോടൊത്ത് വസിച്ചിരുന്നു. കഴുതയുടെ വേഷം ധരിച്ച അസുരനെ പേടിച്ച് ആരും അതുവഴി വന്നിരുന്നില്ല. ധേനുകൻ്റെ വനം നിറയെ പനകളായിരുന്നു. ബലഭദ്രരാമൻ ഒരു ദിവസം വനത്തിൽ ചെന്ന് ധാരാളം പനമ്പഴങ്ങൾ കുലുക്കിയിട്ടു. ഗോപാലന്മാർ സന്തോഷത്താൽ ആർത്തു വിളിച്ചു. ഇതറിഞ്ഞ ധേനുകൻ ദേഷ്യപ്പെട്ട് കുട്ടികളുടെ നേരെ പാഞ്ഞു ചെന്നു. എന്നാൽ ബലരാമനും ശ്രീകൃഷ്ണനും ചേർന്ന് ആ അസുരനെ വളരെ എളുപ്പത്തിൽ കാലപുരിക്ക് അയച്ചു. പിന്നീട് ശകടാസുരനും തൃണാവർത്തനും അടക്കം അനേകം അസുരന്മാരെ ബലരാമനും ശ്രീകൃഷ്ണനും ചേർന്ന് വധിച്ചു. ശ്രീകൃഷ്ണനെ വധിക്കുന്നതിനു വേണ്ടി കംസൻ ചാപപൂജ എന്ന ധനുർയാഗം മധുരാപുരിയിൽ നടത്തി. അതിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി ബലഭദ്രരാമനും ശ്രീകൃഷ്ണനും കൂടി ഒന്നിച്ചാണ് മധുരാപുരിയിലേക്ക് പോയത്.
ധനുർയാഗം നടക്കുന്ന യാഗശാലയിൽ കടന്ന് ശ്രീകൃഷ്ണൻ ആ വില്ല് കുലയ്ക്കുകയും അപ്പോൾ തന്നെ ആ വില്ല് രണ്ടായി ഉടയുകയും ചെയ്തു. ശേഷം അവിടെയുള്ള അസുരന്മാരെയും അവസാനം കംസനെയും കൃഷ്ണൻ വധിച്ചു. അവരെ ആക്രമിക്കാനായി കംസൻ ഒരുക്കിയ കുവലയാപീഠം എന്ന ആനയെയും ബലരാമൻ കാലപുരിക്ക് അയച്ചു. ശേഷം അച്ഛനമ്മമാരെയും മുത്തച്ഛനായ ഉഗ്രസേനനെയും തടവറയിൽ നിന്ന് ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്ന് മോചിപ്പിക്കുന്നു. പിന്നീട് ഉഗ്രസേനനെ മധുരാ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്യുന്നു. സദാസമയവും കലപ്പയും എടുത്ത് ഊരു ചുറ്റുന്ന സ്വഭാവമുള്ള ബലരാമൻ കംസവധത്തിനു ശേഷം ഗോകുലത്തിൽ എത്തിയിട്ടും തൻ്റെ ശീലം തുടർന്നു. ഒരിക്കൽ ക്ഷീണിതനായ ബലരാമൻ യമുനയെ വിളിച്ചു പറഞ്ഞു, യമുനെ, നീ ഇവിടെ വരൂ, എനിക്കൊന്ന് കുളിക്കണം. എന്നാൽ യമുനാ നദി വകവെച്ചില്ല. അതിൽ കോപിതനായ ബലരാമൻ യമുനയെ വിളിച്ചു പറഞ്ഞു, യമുനെ, നിനക്കിത്ര അഹങ്കാരമായോ? ശേഷം അദ്ദേഹം യമുനയെ തൻ്റെ ആയുധമായ കലപ്പ ഉപയോഗിച്ച് താൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുവന്നു. ബന്ധനസ്ഥയായ യമുന തന്നെ വിട്ടയക്കണമെന്ന് ബലരാമനോട് അപേക്ഷിച്ചു. പക്ഷേ കുപിതനായ ബലരാമൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്, ഏയ് യമുനെ, നീ എൻ്റെ ശൗര്യത്തെയും കരുത്തിനെയും വകവെച്ചില്ല. തന്നെയുമല്ല, എന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്നെ ഞാൻ 1000 ധാരകളാക്കും. എന്നിട്ട് ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് യമുനയെ 1000 കൈവഴികളാക്കി. അതോടെ യമുന അതിലൂടെയെല്ലാം പ്രവഹിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ബലരാമൻ യമുനയിൽ ഇറങ്ങി കുളിച്ചു. തുടർന്ന് കുറേ കാലം ഗോകുലത്തിൽ വസിച്ച ശേഷം ദ്വാരകയിലേക്ക് മടങ്ങി. രാമകൃഷ്ണന്മാരുടെ ആഗമനത്തിനു മുൻപ് ദ്വാരകയുടെ പേര് കുശസ്ഥലി എന്നായിരുന്നു. ഈ കുശസ്ഥലിയെ ഭരിച്ചുകൊണ്ടിരുന്നത് രേവതൻ എന്ന പ്രസിദ്ധ രാജർഷി ആയിരുന്നു. രേവതന് 100 പുത്രന്മാരും രേവതി എന്ന ഒരു പുത്രിയും ഉണ്ടായിരുന്നു. വിവാഹപ്രായമായപ്പോൾ രേവതൻ തൻ്റെ പുത്രിക്ക് അനുരൂപനായ ഒരാളെ അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ അത്തരത്തിൽ ഒരാളെയും കണ്ടുപിടിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവുമായി ആലോചിക്കുന്നതിനു വേണ്ടി രേവതൻ രേവതിയോടുകൂടി ബ്രഹ്മലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി അദ്ദേഹം ബ്രഹ്മാവിനെ കണ്ട് മകൾക്ക് അനുയോജ്യനായ വരൻ ആരായിരിക്കുമെന്ന് വിനയപൂർവം ചോദിക്കുന്നു. ഇത് കേട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, രേവത, നീ ഈ ലോകത്തിൽ എത്തിയിട്ട് ഭൂമിയിലെ ഒരു മഞ്ഞന്തരം കടന്നു പോയിരിക്കുന്നു. നിന്റെ കുശസ്ഥലി എന്ന നഗരം ഇപ്പോൾ ദ്വാരക എന്ന പേരിൽ പ്രസിദ്ധമാണ്. അവിടെ ഭരണം നടത്തുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ ബലരാമനാണ്. നീ അദ്ദേഹത്തിന് നിന്റെ മകൾ രേവതിയെ വിവാഹം ചെയ്ത് കൊടുക്കുക. ശേഷം രേവതൻ തൻ്റെ പുത്രിയോടുകൂടി മടങ്ങി ദ്വാരകയിൽ വന്ന് വളരെ വിധിപ്രകാരം ബലഭദ്രരാമന് രേവതിയെ വിവാഹം ചെയ്ത് കൊടുത്തു. പാണ്ഡവന്മാരും കൗരവന്മാരും കുരുക്ഷേത്രത്തിൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായിരുന്നു. ബലഭദ്രരാമന് പാണ്ഡവ കൗരവ യുദ്ധത്തിൽ അശേഷം താല്പര്യമില്ലായിരുന്നു. അതോടുകൂടി അദ്ദേഹം നൈമിഷാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. നൈമിഷാരണ്യത്തിൽ എത്തിയ ബലരാമൻ വൽക്കലൻ എന്ന രാക്ഷസനെ വധിക്കുകയും അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് മുനിമാരെ രക്ഷിക്കുകയും ചെയ്തു. ദുര്യോധനനും ഭീമസേനനും തമ്മിലുള്ള യുദ്ധം കുരുക്ഷേത്രത്തിൽ വെച്ച് മൂർധന്യാവസ്ഥ പ്രാപിച്ചതായി ഒരു അശരീരി മുഖാന്തരം ബലരാമൻ അറിഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം കുരുക്ഷേത്രത്തിൽ വന്നു ചേർന്നു. അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വളരെ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമമെല്ലാം വിഫലമായി പോയി. ഒടുവിൽ നിരാശനായ ബലരാമൻ ദ്വാരകയിലേക്ക് മടങ്ങി. അവതാര ലക്ഷ്യം പൂർത്തിയായപ്പോൾ ബലരാമൻ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുവാൻ സമയമായി. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിനു ശേഷം
36 വർഷം മാത്രമേ യദുവംശം നിലനിന്നിരുന്നുള്ളൂ. അതിനുശേഷം വിപ്രശാപമേറ്റ് യദുക്കളെല്ലാം മദ്യം സേവിച്ച് മതോന്മത്തരായി പ്രഭാസതീർത്ഥക്കരയിൽ വെച്ച് തമ്മിൽ തല്ലി മരിക്കുന്നു. ഈ ഘട്ടത്തിൽ ബലരാമൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്ന് ധ്യാന നിമഗ്നനായിരുന്നു. ശേഷം ബലരാമൻ്റെ വായിൽ നിന്നും ഒരു സർപ്പം ഇറങ്ങി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെത്തി അനന്തനെ പ്രാപിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബലരാമ കഥ ഇങ്ങനെയാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.